അഴീക്കൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൊതുസമ്മേളനം നടത്തി. കുംഭഷഷ്ഠി മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊതുസമ്മേളനം നടത്തിയത്. വിദ്യാഭ്യാസ അവാർഡ് വിതരണം, ആദരവ് എന്നിവയും നടത്തി. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. അഴീക്കൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കുംഭഷഷ്ഠി മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ഞാൻ തന്നെ മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി 47 നിയമസഭാ മണ്ഡലങ്ങളിൽ സന്ദർശിച്ചു. മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് കാണാനും അവരുടെ പരാതികൾ സ്വീകരിക്കാനും പരിഹാരം കാണാനും ഒരു വലിയ പരിശ്രമമുണ്ട്. ആ തീരസദസ്സിലൂടെ വന്ന പ്രശ്നങ്ങൾക്ക് ഒരു അളവോളം പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വലിയ നേട്ടമാണ്. കൊടുക്കാനുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ വിഷയങ്ങൾ തീർത്തുകൊണ്ടാണ് തീരസദസ് വിജയകരമെത്തി. 2004 മുതൽ മത്സ്യത്തൊഴിലാളികൾക്ക് മരണപ്പെട്ടതിന് കൊടുക്കാനുണ്ടായിരുന്ന ഇൻഷുറൻസ് മാത്രം തിരുവനന്തപുരത്തും കോഴിക്കോടും നടന്ന അദാലത്തിൽ വെച്ച് പരിഹരിച്ച് ഏതാണ്ട് 16 കോടിയോളം രൂപ മത്സ്യത്തൊഴിലാളികൾക്ക് 2004 മുതലുള്ള കുടിശ്ശിക കൊടുക്കാനും. വ്യാസവിലാസം കരയോഗം പ്രസിഡന്റ് എൻ സതീശൻ അധ്യക്ഷത വഹിച്ചു. രാപകലില്ലാതെ പണിയെടുക്കുന്ന ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികളുടെ മാത്രം പരിശ്രമത്തിന്റെ ഫലമാണ് ഈ കാണുന്ന മുഴുവൻ മേളിൽ കാണുന്ന ഭൗതിക സാഹചര്യങ്ങൾ. അവര് ഇവിടെ 1 ലക്ഷം രൂപയുടെ പണി വെള്ളത്തിൽ കിട്ടിയാൽ ശരിക്കും അതിന്റെ ഉടമയ്ക്ക് 10,000 രൂപ മിച്ചം കിട്ടത്തില്ല. ആ ജീവിത ചെലവും അതിന്റെ ചെലവുകളൊക്കെ അതിന് മേളണം. ആ 10,000 രൂപ പോലും ആ ഉടമയ്ക്ക് മിച്ചം കിട്ടാത്ത ദിവസങ്ങളിൽ പോലും ഞങ്ങളുടെ ഈ കരയോഗത്തിന്റെ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി 2,000 രൂപ വട്ടച്ചക്രം എന്ന പേരിൽ തന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പരമ്പരാഗതയിൽ പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ്. സെക്രട്ടറി റിജു അപ്പുക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ വട്ടച്ചക്ര അവാർഡുകൾ വിതരണം ചെയ്തു. മുൻ PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ ആദരവും, ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് U ഉല്ലാസ് അനുമോദനവും നിർവഹിച്ചു. അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രഥമാധ്യാപിക KL സ്മിത വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.